ഇത് എത്ര സെന്റ് സ്ഥലം? 21 സെന്റ് സ്ഥലം ഈ വീട് കൂട്ടിയിട്ട് കിടക്കാണല്ലോ. അല്ല ആവശ്യത്തിന് ചിലപ്പോൾ പൈസ എവിടെയും കൊണ്ടേ കുഴിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള വീടാണോ ഇത്? ആദ്യം ഉണ്ടായിരുന്ന വീട് ഇല്ല, ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഉണ്ണിന്റെ സാധനമാണ് ഇതൊക്കെ. ഇപ്പൊ ഈ 3.5 കൊല്ലത്തിനുള്ളിൽ വന്ന സംഖ്യതാണ്. ഈ 3.5 വന്ന പ്രോപ്പർട്ടിയാണ്. ആവശ്യം നിങ്ങളാണ് തട്ടാനെ പരിചയപ്പെടുത്തി കൊടുക്കണം. തട്ടാൻ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ ഒരു നല്ല കാര്യം പടച്ചോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് കൂട്ടിയാണ്. പോയിട്ട് വരാം. തട്ടാനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത എയർപോർട്ടിലെ സെക്യൂരിറ്റിയാണ്. അന്തകാലത്ത് പോവാ. നമ്മൾക്ക് കിട്ടാവുന്ന പരിമിതമായ ഈ കൊണ്ടോട്ടിയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ. ഇനി കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരിൽ നമ്മളെ ആളുകളുണ്ട്. അതേപോലെ തന്നെ മേജർ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വന്നിരിക്കുന്നത് ദുബായിലാണ്. അവിടെ മകനും മരുമകളാണ്. ബാംഗ്ലൂരിലെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് മകനാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ 3-3.5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പം നിങ്ങൾ ഒന്ന് ഈ പണി കഴിഞ്ഞിട്ടൊന്ന് സ്വകാര്യമായി അന്വേഷിച്ചാൽ 3.5 കൊല്ലം മുമ്പ് ഈ തട്ടാൻ ഉണ്ണിയുടെ എന്തായിരുന്നു സാമ്പത്തിക പരിസ്ഥിതി അറിയാം. സുജിത് ദാസിന്റെ ആഗമനത്തോട് കൂടിയിട്ടാണ് ഉണ്ണി കോടീശ്വരനാവുന്നത്. അപ്പം ഒരു തട്ടാൻ ഇപ്പം നമ്മളവിടെ കണ്ടു, 20 കോടിയുടെ ഒരു പ്രോപ്പർട്ടി കണ്ടു അങ്ങാടിയിൽ. അവിടെ 4 കോടിയുടെ 3 കോടിയുടെ വീട് കണ്ടു. അതിനിപ്പുറത്ത് 4 കോടിയുടെ ഈ പറയുന്ന എന്താ പറയുക വസ്തു കണ്ടു. 1 കോടിയുടെ ഒരു വീടും വസ്തുവും കണ്ടു. ഇതിപ്പോൾ ഏകദേശം 2 കോടി വരുന്ന 50 സെന്റോളം വരെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ സ്ഥലങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഞാനും അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്ന. ഇന്ന് ഉച്ചവരെ ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഈ SITന്റെ ഒരു കത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം, ഡയറക്ടർ കൊടുക്കാം. കേരളത്തിലെ ഈ എല്ലാ രജിസ്റ്റർ ഓഫീസുകളും ഇപ്പം നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിന്റെ പേരിൽ എത്ര ഭൂമിയും വസ്തു ഉണ്ടെന്നുള്ളത് അവിടുന്ന് 2 ദിവസം കൊണ്ട് കിട്ടാനേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നീക്കമില്ല. ഈവൺ ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഈ പരിസരത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അവിടെ പോലും ഒരു എന്താ പറയാ ആ ലീഗലായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്? ഈ ഉണ്ണിയുടെ കാര്യത്തിലൊരു തുടക്കമാണോ ഈ കണ്ണി ഈ ശൃംഖലയുടെ ഭാഗമായ ആളുകളിലേക്കൊക്കെ തന്നെ വരും ദിവസങ്ങൾ ഈ ഒരു രീതിയിൽ അവരുടെ വസ്തുവകൾ കാട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ, അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഇതിൽ 2 കാര്യമാണുള്ളത്. ഇതൊരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണി 3.5 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് ഏകദേശം 30 ശതമാനം കോടി രൂപന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത്. അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ സുജിത് ദാസിന്റെയും ADGP അജിത് കുമാറിന്റെയും P ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പം അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ അന്വേഷിക്കുന്ന ഡാൻസാഫാണ്. ഡാൻസാഫിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന എഴുതി കൊടുത്തിട്ടുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇവിടെ എയർപോർട്ടിലൊരു സ്പെഷ്യൽ ബ്രാഞ്ചാറുണ്ട് ഡാൻസാഫിലുണ്ടായിരുന്നത്. അനീഷാണ് അവന്റെ പേര്. കണ്ട നല്ല സിനിമാ നടനാണ്. അവന്റെ പേര് 2 ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ആളുകൾ അതിന്റെ പിന്നാലെ ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണിച്ചു തരാത്. കസ്റ്റംസിന്റെ സ്വർണ്ണവും ഇയാൾ തന്നെയാണ് കൈകാര്യം. അപ്പം ഈ കേന്ദ്ര ഏജൻസികളെയും കൂടെ ഇത് അറിയിക്കുന്നുണ്ട്. അല്ല, അത് SIT തീരുമാനിക്കട്ടെ എന്ന്. ഒരു ഭാഗത്ത് ഈ രീതിയിൽ താങ്കൾ ഇതിന്റെ വെളിപ്പെടുത്തലുകളും താങ്കൾ ഏത് ഒരു ഉദ്യമമാണ് അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് വലിയ പ്രതിഷേധം, കൊലവിളി, വലിയ പ്രകടനം. താങ്കൾക്കൊപ്പം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ താങ്കൾക്കെതിരെ വലിയ പ്രതിഷേധമായ രംഗത്ത്. അല്ല, അത് അവരുടെ പാർട്ടിയുടെ നിർദ്ദേശമല്ലേ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സ് ഈ പറയുന്നത് ശരിയാണ്. അതിലൊരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെയും കൂടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ 4:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ ജാഥയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലെ കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാലോ. അപ്പോൾ അത് അവര് നിർബന്ധിത സാഹചര്യത്തിൽ അവർക്കതെല്ലാം മാർഗം. അതിന് ഒരു കുറ്റം പറയണ്ട. പലരും എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ പറഞ്ഞ ഒന്നും പറഞ്ഞു വരുത്. പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് നിവൃത്തിയോടെ അവരുടെ മനസ്സ് നമ്മളെ കൂടെയാണ്. അത് മതി. അവരുടെ ശരീരം നമ്മളെ കൂടെ അല്ലാത്തത്. അതുകൊണ്ട് അവർ പ്രതിഷേധിക്കട്ടെ. അത് ആ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അതൊക്കെ ആ സ്പിരിറ്റിൽ തന്നെ ഞാൻ എടുക്കുക. ഇപ്പൊ അത് കത്തിച്ചിട്ടുണ്ട്. എന്തേലും പറയാം, കോലം MLA കോലം വരെ കത്തിച്ചിട്ടുണ്ട്. ആ കത്തിക്കണ പാവപ്പെട്ട നമ്മളെ പാർട്ടിയുടെ LC സെക്രട്ടറി അരിയേട്ടൻ. എന്താ സാധു എന്ത് ചെയ്യാനാ? ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ഞങ്ങള് ആ ഹോസ്പിറ്റലിന്റെ അവിടെ ചായ കുടിച്ച് ഈ കാര്യം പറഞ്ഞ് ഞാൻ പോന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അരിയേട്ടാ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ചായ ആവട്ടോന്ന്. അല്ല, എനിക്കറിയത് ഏത് ആംഗിളിലേക്കാ പോകുന്നുള്ളത്. അത് ഈ കൊലങ്കത്തിക്കൽ മാത്രമല്ല, മുൻപും പലപ്പോഴും കേട്ടിട്ടുള്ള കൈയും വെട്ടും കാലും വെട്ടും മാറുന്നുണ്ട്. അല്ല, അതൊന്നും സാരമില്ല.
അപ്പൊ ഇത് മതി. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി നിങ്ങൾ രാവിലെ തുടങ്ങിയതാണ്. മണി 6:45. ഈ പ്രോപ്പർട്ടി കൂടി കണ്ടിട്ട് പോകുന്നത്. മറ്റന്നാണ് പൊതുസമ്മേളനം. നാളേക്ക് എന്താണ് പരിപാടി? നാളെ ഞാൻ രാവിലെ എറണാകുളത്ത് പോകണം. എനിക്ക് ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് കൊടുക്കണല്ലോ. അപ്പൊ അത് രാത്രി തീരുമാനിക്കുള്ളൂ.